ആ വേണയുടെ എഴുത്തൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് മാത്രം എഴുതിയാൽ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനേതായാലും ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിനു മുമ്പ് തന്റെ ഈ പരിശീലനമൊക്കെ ഒന്ന് കണ്ടിട്ടാണെന്ന് ചോദിച്ചു. നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. കഴിച്ചിട്ട് അധ്വാനിച്ചാൽ മതി. Okay, where is the canteen? Come on. തകഴി കൃഷ്ണപിള്ളച്ചേട്ടന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ടോ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനുസരിച്ചാ പറഞ്ഞ് കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന്. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കരപ്പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞെടുക്കാൻ? ഞാനാ എന്തേ? തന്നോടാര് പറഞ്ഞ മുറി കയറാൻ? കുറെ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഊരെ ഞാൻ എന്റെ അടുത്തോട്ടെ? വേണ്ട, അത് പോട്ടെ. ദുബായിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിഫി, എന്റെ ആകെ സമ്പാദ്യമാണ്. മോള് പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വേണം. അല്ല, ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ? വല്ലഭായി, തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്നിട്ട് മണ്ണിടാട്ടാ. കിമോണക്കാരൻ. ഹലോ, അതെ വിഫിയ. എന്താടോ? ഇല്ലല്ലോ, അവൻ മിനിഞ്ഞാന്നൊന്ന് വന്നിട്ട് പോയതാ. എന്താ കാര്യം? ആ, വല്ല ഫ്രണ്ട്സിന്റെയും വീട്ടിൽ കുടുങ്ങി പോയിരിക്കും. അവനങ്ങ് വരും. ഞാൻ പതയുള്ളൊക്കെ കഴിച്ചോണ്ടിരിക്കുക. 3 കഴിഞ്ഞു. ഓ, അത് വല്ല റൊട്ടി കഷ്ണവും കടിച്ചു തീർത്തിട്ട് ഞാനും കിടക്കും. ഓക്കെ, അവനങ്ങ് വരും കേട്ടോ. ഗുഡ് നൈറ്റ്. ദേവേട്ടാ, ഇന്നലെ നീ എവിടെ ആയിരുന്ന? എന്താ ഈ ബാഗൊക്കെ ആയിട്ട്? ദേവേട്ടാ, ഒരാളൂടെ ഉണ്ട്. ആര്? ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ദേവട്ട. അണ്ണനെ പോയി കണ്ടോ? കരയാ, ഏതായാലും കഴിഞ്ഞില്ലേ? അവനെ പോയി കാണണം. കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ഞാനും വരാം. എന്താ ഡിറ്റോ? അങ്ങനെയാ ദേവട്ട. എന്താ ദേവട്ടാ? വാ, പറയട്ടെ. मांगल्यं तन्तुना नेन मम जीवन हेतुना कंठे भद्रामि सुभगे त्वं जीव शरदशतम्. அந்த காஞ்சிபுரம் சேல சுற்றி
താൻ ആരാടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നോ? താൻ എന്റെ രക്ഷകർത്താവ് ചമയൊന്നും വേണ്ട. എന്റെ ഇല്ലായ്മ കൊണ്ട് കുറെ രൂപ ഞാൻ മേടിച്ചു പോയി. അതങ്ങ് തിരികെ തരികയും ചെയ്യും. യു ആർ എ പേയിങ് ഗസ്റ്റ്, നോട്ട് എ പേയിങ് ഗാർഡിയൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നോ? തനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പെങ്ങള. ഈ എന്റെ പെങ്ങള് കണ്ടവന്റെ ഇവിടെ ഒളിച്ചോടി പോയി. വിഷം കുടിച്ച് മരിച്ച രണ്ട് ആത്മാക്കൾ ഇവിടെ കിടന്ന് അലയുന്നുണ്ട്. എനിക്ക് അവരുടെ ഉത്തരം പറയണം. അറിയാമോ എനിക്ക്? അമ്മ എപ്പോഴും പറയായിരുന്നു, അന്നം പഠിച്ച് മിടുക്കനായി ദേഹം മുഴുവൻ പൊന്നിട്ട് അവളുടെ കല്യാണം നടത്തുമെന്ന്. ഇപ്പൊ എന്തായി? അവരുടെ മുമ്പിൽ ഞാനൊരു കോപ്പനായില്ലേ? നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാ. ഇവൻ എന്നോടും നീ നിന്റെ ചേട്ടനോടും. ഇവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നീ നിന്റെ ചേട്ടനോട് ചെയ്തത്. ഞാൻ ഇവന്റെ അച്ഛനാ. ഇതൊരു കുട്ടിത്തമായി കണ്ട് ക്ഷമിക്കാൻ എന്റെ പ്രായത്തിന് കഴിയും. രാമസ്വാമിക്ക് ഇവന്റെ പ്രായമേ ഉള്ളൂ. അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയും നാളും അവൻ നിനക്ക് തന്ന സ്നേഹമാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള പ്രായമായിട്ടില്ല അവന്. അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. കരയാനല്ല അങ്കിളിത് പറഞ്ഞത്. കരയാതെ മോളെ, ഇന്നു മുതൽ നീ എന്റെ മകന്റെ ഭാര്യ, എന്റെ മരുമകൾ. കരയാതെ. നാളെ ഞാൻ രാമസ്വാമിയെ കണ്ട് സംസാരിക്കാം. വളരെ നാളായി പുറം ലോകമൊക്കെ കണ്ടിട്ട്. അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും. അവളെ നിനക്ക് വന്നൊന്ന് കാണരുതോ? വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല. ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെ എല്ലാം. മാമക്ക് എന്താ വിസ്കി ബ്രാൻഡ്? അങ്ങനെ ഒന്നുമില്ല. എന്തായാലും വേണില്ല, നിറച്ചു വയ്ക്കി. എടോ, താൻ എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാന്ന് നോക്കണ എന്തിനാ? ഒഴിച്ചൂറാണ്ട് ആരെന്റെ വാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്ര. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളയാം. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും. ഡയനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് 2 പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നു? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോട പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ. ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. എന്തേ? ഗോവാക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തണോ? ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയോനറ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചെന്നോ? ഡോബർമാനെ. മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ. ഓ ടിറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ. പരന്തു, നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നേ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കി ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞു ഒതുക്കണം. ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കും. ബോറാവുന്നുണ്ട്, നിർത്തണോ? ഒന്ന് പോടാ.
നിനക്കൊള്ളാൻ പറ്റും അവന്റെ ഇടി? വല്ലവായിക്കൊള്ളാൻ പറ്റും അവന്റെ ഇടി? ഇവനൊക്കെ കൊണ്ടാലുണ്ടല്ലോ. ഇപ്പൊ കുറിച്ചു കൊണ്ടല്ലേ വഴി 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 വഴിയേ